ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉച്ചക്കേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഇന്ന് ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം ഉച്ചക്ക് രാവിലെ ഞാൻ പൂരിയും ബാജിക്കറിയെല്ലാം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് അടുക്കളയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളെല്ലാം കഴുകാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിടണം. നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് അപ്പുറത്തെ വീട്ടിലെ മരം മുറിക്കുന്നുണ്ട്. അന്നേരം അവര് കഷ്ടപ്പെട്ട മരം ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ കയറ്റും ആട്ടോ അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പൊ കുറെ ആളില്ലോണ്ട് ഞാൻ പിന്നെ മടിച്ച് ആദ്യം നിന്നു. പിന്നെ ഞാൻ വെച്ച് വെയിലെന്തിനാ വെറുതെ കഴിഞ്ഞ എപ്പോഴാണ് മഴ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പോയി ആറിയിട്ടോ. അന്നേരമാണ് അവര് ഹൊയ്യ ഹൊയ്യ എന്ന് പറഞ്ഞിട്ട് അവരതായ ഒരു രീതിയിൽ അതിങ്ങനെ ഇങ്ങനെ കയറ്റുന്ന കേട്ടോ. അത് കണ്ടു നിൽക്കുമ്പോ സങ്കടം തോന്നും, കാരണം അത്ര വെയിറ്റ് ഇല്ലതാട്ടോ പറയാ. അവരിങ്ങനെ കഷ്ടപ്പെട്ട് മുകളിൽ താഴേക്ക്, അതായത് ഇങ്ങനെ കയറ്റി ഇതാക്കി കൊണ്ടുവരുന്ന കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ അടുക്കളയിൽ ഇച്ചിരി ലേറ്റായി, ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ ദിയമോളും പിന്നെ ചെറിയ ആളും കൂടിയിട്ട് കുഞ്ഞും കൂടിയിട്ട് അച്ഛൻ്റെ കൂടെ സ്കൂട്ടിയിൽ കറങ്ങാൻ പോയിട്ടുള്ളത്. ഞായറാഴ്ച അതൊരു പതിവ് ശീലാട്ടോ, ഇങ്ങനെ കറങ്ങൽ. ഈ നമ്മളെ കോളനി ഉണ്ട്, ഈ കോളനീൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങി പിന്നെ കുറച്ച് മുട്ടായെല്ലാം മേടിച്ച് ഇങ്ങനെ വരും കേട്ടോ. അപ്പം അത് ഒരു ശീലാണ്. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചെറിയാൾക്ക് ഭയങ്കര വിഷമം. അയ്യോ എന്നെ കൊണ്ടുപോയില്ല അച്ഛാ, പോവാന്ന് പറഞ്ഞിട്ട് ചെരുപ്പെല്ലാം എടുത്ത് റെഡി ആയിക്കോട്ടെ. ചെറിയ ആള് പച്ചവരെ കുളിച്ചിട്ടേ കൂട്ടുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി നമ്മളെ കൊണ്ട് വേഗം കുളിപ്പിക്കും. അവളെ കുളിക്കുന്നില്ല, നമ്മളെ കൊണ്ട് വേഗം കുളിപ്പിച്ച് അമ്മയെ കുളിപ്പിക്കുന്ന പറഞ്ഞ് കുപ്പിച്ചെന്ന് അറിയാം. അങ്ങനെ എല്ലാം ഇതാക്കിയിട്ട് അവരെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഇതിൽ വേഗം തുണിയെല്ലാം അറിയിട്ട് പിന്നെ വന്നിട്ട് ചോറിന് അരിയിടാൻ വേണ്ടിയിട്ടോ. ചോറിന് ഞാൻ ഈ വെക്കുന്ന പോലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസ് കുറെ ലാഭിക്കാം നമുക്ക്. പിന്നെ റൈസ് കുക്കർ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചാലും നമുക്ക് ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പൊ ഞാൻ ചോറ് ഇതാ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം കേട്ടോ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ച് ഇന്ന് പുളിങ്കറി വെക്കാം. പുളിങ്കറി എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള പുളിങ്കറി. പിന്നെ ഇതുപോലെ തന്നെ അച്ഛനും മക്കളും കറങ്ങാൻ പോയ സമയത്ത് പിന്നെ കടച്ചക്ക വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ് കിട്ടിയത് എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചു നല്ലതാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെച്ച് അതിനെ കൊണ്ടൊരു നല്ല മസാലക്കറിയല്ല, ഒരു മസാല ഫ്രൈ വെക്കാന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വെച്ച കടച്ചക്ക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഇതിനു വേണ്ടിയിട്ട് വെള്ളരിക്കെല്ലാം തൊലി കളഞ്ഞ് ഇതാക്കുന്ന കേട്ടോ. ചില ആൾക്കാർ തൊലി കളയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് വെള്ളരിക്കേൻ്റെ തൊലി കളയാറില്ല. അമ്മയെല്ലാം വെക്കുന്ന സമയത്താണെങ്കിലും വെള്ളരിക്കേൻ്റെ തൊലിയും കളയാറില്ല, വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ ഞങ്ങളെല്ലാം പുളിങ്കറി വെക്കാറ്. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ ഇവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാലാണ് വെള്ളരിക്കേൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അവർ വെക്കുക. പിന്നെ ഞാനും അങ്ങനെ തന്നെ ശീലമായി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തൊലി കളയാനുള്ള കടച്ചക്കയും തൊലി കളഞ്ഞിട്ടോ. ചെറിയൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എന്ന് വെച്ചാൽ എന്തോന്നറിയില്ല, വീണ് കിട്ടതായോണ്ടോന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇതുപോലെ തിളച്ച ശേഷം പിന്നെയും ഞാൻ അതിലേക്ക് പച്ചവെള്ളാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കിയ ശേഷം ഇതൊന്ന് തിളച്ച ശേഷം തിളച്ചപാട് തന്നെ ഞാനിവിടെ വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടയിൽ അതിൻ്റെ വേവ് നോക്കിയിട്ട് വാർക്കോ ചെയ്യുന്നത്, കറക്റ്റ് വേവാവോ നോക്കിയിട്ട് വാർക്കോട്ടെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഗ്യാസിൽ ലാഭിക്കുക, റൈസ് കുക്കർ ഇല്ലാത്ത വിഷമമില്ല. പിന്നെ ഇതിലേക്ക് വെള്ളരിക്കയിലേക്ക് ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തോട്ടാ. പിന്നെ ഈ ഒരു പാത്രമാണ് എനിക്ക് ഗുണം, ഒറ്റ തുറക്കില്ല തന്നെ 2 പൊടികളും അതിലേക്ക് ഇടാം, മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറ് വെന്ത ശേഷം ഞാൻ ഇടാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയിലും ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതൊരു അരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുളി ഇട്ടിട്ടാണ് ഞാൻ അരക്കുന്നത്. ഇച്ചിരി പുളി കഴുകി അതിലേക്ക് ഇട്ടിട്ട് അരക്കുന്നത്. അപ്പോൾ പുളിയിലിട്ട് അരച്ച് പിന്നെ ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറ്റുന്ന വെച്ചാൽ ഉണക്കച്ചെമ്മീൻ ഞാൻ കുറച്ച് നേരത്തേക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുറത്ത് വെച്ച സമയത്ത് ഫുള്ള് ഉറുമ്പ് കയറി. ഒരു ഇച്ചിരി നേരെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പാക്കറ്റ് മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് തന്നെ അതിൽ എന്തോ ഒരു ഉറുമ്പാ പറയുക, ഇവിടുന്ന് വന്നിരുന്നറിയില്ല, ഉറുമ്പ് മുഴുവൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വഴുതിന തോരൻ കേട്ടോ, വഴുതിന തോരന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കടച്ചക്ക കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ വഴുതിന തോരന് വേണ്ടിയിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ കടച്ചക്ക കൊണ്ടുവന്നിട്ട് ഇന്ന് തന്നെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുത്ത് ഭാഗം ഹസ്ബൻഡ് മുറിച്ചിട്ട് ചോദിച്ചു നല്ലതാണെന്ന് ചോദിച്ചു. പിന്നെ അത് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അതും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴുതിന തോരനാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, തേങ്ങയൊന്നും ഇടാത്ത വഴുതിന തോരന, മെഴുക്ക് വഴിട്ട് കേട്ടോ, പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ സവാളയും മുറിച്ചിട്ടിട്ട് അവിടെ ഇതാക്കും. അപ്പം ഞാൻ മുന്നേലും ഇത്രയും കറികളാക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഞാനും എൻ്റെ അനിയനും ചെറുപ്പത്തിൽ ഒറ്റ കറി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു കറി മതി, തോരനൊന്നും വേണമെന്നേ ഇല്ല, ഒരു കറി മതി. ആ ഒരു കറി തന്നെ രാവിലെ അല്ല ഉച്ചക്കും രാത്രി നമ്മൾ കഴിക്കും. പിന്നെ ഞങ്ങൾക്കൊരു ശീലമുണ്ട്, തലേന്ന് അരച്ചു വിടുന്ന ദോശയാണെങ്കിൽ അത് തന്നെ നമ്മൾ ഉച്ചക്കും ചിലപ്പം കഴിക്കും, രാത്രി വൈകുന്നേരം ചിലപ്പം കഴിക്കും. ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അങ്ങനെ ഞാനിപ്പോൾ ഈ കുറേ കറികളാക്കുമ്പോൾ വിചാരിക്കും, ഞാൻ ഇപ്പോഴും ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ എങ്ങനെ ശീലമായി തോരനും അങ്ങനത്തെ കറികളെല്ലാം കൂട്ടിയിട്ട്. പക്ഷേങ്കിൽ നമ്മളെ വീട്ടിൽ ഇത്രയും കറികളൊന്നും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റ കറി തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ, തോരനൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. മീൻ പൊരിച്ചതും ചിലപ്പോൾ മീൻ കൊടന്നിട്ടുണ്ടെങ്കിൽ മീൻ കറി മാത്രം വെക്കും, അങ്ങനെ പൊരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ പൊരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും ശരി അങ്ങനെ എന്തെങ്കിലും കറി വെക്കും. അങ്ങനെ ഒരു 3-4 കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പം ഈ 3-4 കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ എൻ്റെ എങ്ങനെയാ തിന്നതെന്നല്ല, അങ്ങനെ തിന്നവരല്ലേ എന്നുള്ള ഒരിതുണ്ട്. പിന്നെ അന്നേരം പിന്നെ നമുക്ക് സമയമില്ലാത്തോണ്ടാട്ടോ, കാരണം നമുക്ക് പണിക്ക് പോകണം, വീട്ടിലെ പണി എടുക്കണം, എല്ലാം ആവെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഞാനിത് വീട്ടിലെ പണി മാത്രം എടുത്ത് വെക്കുന്നില്ലേ. അപ്പോൾ പിന്നെ അതിന് ഞങ്ങൾ പരാതിയും പരിഭവമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കഴിക്കോട്ടോ. ഈ കറികളാക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരിക. പിന്നെ പക്ഷേങ്കിൽ ഒരു കറിയാണെങ്കിലും അതെന്തോ ഒരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ പുളിങ്കറി ഇല്ലാട്ടോ ഉണ്ടാവുക, പുളിങ്കറി, വെള്ളരിക്ക പുളിങ്കറി, സാമ്പാർ, പിന്നെ മീനാണെങ്കിൽ ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ കറി, തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി, മത്തിയാണെങ്കിൽ മത്തി മുളിച്ചിനാട്ടോ വെക്കുക, പിന്നെ അയിലയാണെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള അയിലക്കറി, അതുപോലെ തന്നെ അങ്ങനെ തേങ്ങ അരച്ച് വെക്കാൻ പറ്റുന്ന മീൻ കറികളെല്ലാം അങ്ങനെ വെക്കുള്ളൂ. ഞങ്ങളങ്ങോട്ട് പൊതുവേ മീനൊക്കെ തേങ്ങ അരച്ചിട്ടാണ് കൂടുതലായിട്ട് വെക്കുക. ഈ മൂളിച്ച് വെക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുക. അങ്ങനെയാകുമ്പോൾ ഒന്നുമില്ല, രാവിലെയും വൈകുന്നേരം എന്തായാലും ചോറന്നെ കഴിക്കുള്ളൂ, അപ്പം അതിന് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ പണി ലാഭിക്കാമല്ലോ. അങ്ങനെ പണിയും ലാഭിക്കുക, സാധനങ്ങളും ലാഭിക്കുക. കാരണം പണ്ട് ഭയങ്കര വിഷമം, സാധനങ്ങൾക്കെല്ലാം വിഷമമുള്ളൊരു കാലമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഇതാ ഉണക്കച്ചെമ്മീൻ ഇത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചിരട്ടയോട് ഇങ്ങനെ ടക്കടക്കടയെന്നാക്കിയിട്ട് അതിൻ്റെ ഇത് മുന്നത്തെ മുള്ളും വാലിൻ്റെ ഇതും കളയും കേട്ടോ. അങ്ങനെ ഞാൻ എടുക്കാറേ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കും, ഇച്ചിരിയല്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഉണക്കച്ചെമ്മീനായി കഴിഞ്ഞിട്ടാകുമ്പം ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ചോറ് ഞാൻ ഇടയിലിടയിലേ നോക്കി അത് റെഡിയായി കേട്ടോ. അതിങ്ങനെ ഇതുപോലെ ഒന്ന് വാർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അത് റെഡി ആയിട്ടിന് ഇനിയിപ്പം എനിക്ക് തോരൻ ഇതാ ഏകദേശം റെഡിയായി. അതിൽ കറിവേപ്പിലയും കൂട്ടിയിട്ട് തോരനും ഞാനവിടെ വാങ്ങി വെച്ചോട്ടോ. ഇതിൽ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നില്ല, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ പുളിങ്കറിയിൽ ഇച്ചിരി കടുക് പൊട്ടിക്കണം. അപ്പം കടുകൊന്ന് പൊട്ടിച്ചിട്ടിടണം. പിന്നെ കറിവേപ്പില ഓൾറെഡി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ തിളച്ചതായിരുന്നു, പക്ഷെ രണ്ടാമത് ഞാൻ തിളപ്പിച്ച് വെച്ചാൽ ഞാൻ ഇത് ഉണക്കച്ചെമ്മീൻ ഇടാൻ ലേറ്റായി പോയി. അപ്പം ഞാൻ ഒന്നുകൂടി അതിൽ ഉണക്കച്ചെമ്മീൻ കഴുകിയിട്ടിടുന്നതുകൊണ്ട് കഴുകിയിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചാട്ടോ. ഇല്ല പെട്ടെന്ന് കറി മോശമായി പോകുന്നതുകൊണ്ട്. പിന്നെ മത്തി ആട്ടോ, ഇന്ന് മത്തി ഉണ്ടായിരുന്നു, കുറച്ച് മത്തി മാത്രമേ ഉണ്ടായിരുന്നത്. അത് പിന്നെ ഞാൻ ഇതുപോലെ നല്ല മുളകെല്ലാം നല്ലോണം പരട്ടി വെച്ചിട്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പം ഇത് ഇച്ചിരി നേരം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ലാസ്റ്റാണ് ഞാൻ ഇതാക്കിയത്. ഇച്ചിരി നേരം പിടിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇച്ചിരി നേരം അവിടെ വെച്ചു, അത് പെട്ടെന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി മീനും മുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കറി വെച്ച സമയത്തും തോരനോടെ വെച്ച സമയത്തെല്ലാം പെട്ടെന്ന് പോയിട്ട് മീൻ മുറിച്ചിട്ട് വന്നു. അപ്പം പിന്നെ ഇതാ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ കടച്ചക്ക മുറിച്ചെടുക്കണം. അപ്പം ചെറിയ കടച്ചക്ക ആയതുകൊണ്ടേ അതിന് വലിയ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കടച്ചക്കയാന്ന് തോന്നുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കടയിൽ നിന്ന് മേടിച്ചത് എന്താണെന്നറിയില്ല, ഞാൻ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്ന് അറിയില്ല.
വെന്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് ഒന്ന് ജസ്റ്റ് കുക്കറിലാണ് എനിക്ക് വേവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഇത് ജസ്റ്റ് പാത്രത്തിൽ തന്നെ വെച്ച് ഇച്ചിരി വെള്ളം വെച്ചായിരുന്നു തന്നെ നല്ല രീതിയിൽ നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ശരിക്കും എൻ്റെ വീട്ടിൽ കടച്ചക്കയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കടച്ചക്ക വെച്ച കടം കയറുന്നെല്ലാം പറയുന്നേക്കാം കേട്ടോ. അതുകൊണ്ടാണ് വെക്കാത്തതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ചൊല്ലി പറയുന്നേക്കാം. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയണേ. കടച്ചക്ക വെച്ചാൽ കടം കയറുന്നില്ല ഒരു ചൊല്ലുണ്ട്, അതുകൊണ്ട് വെക്കൂല എന്നില്ലതല്ലോ. അപ്പം ഇവിടെയെല്ലാം ചില വീടുകളിൽ കാണുന്നുണ്ട്, പക്ഷെ അത് വലിയ വലിയ വീടുകളിലാണ്. അപ്പം അവർക്കെല്ലാം കടം കയറുമോ? അപ്പം അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു മസാല കടച്ചക്ക വെക്കാം, ഞാൻ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ഇനി മസാലക്കറി വെക്കണ്ട, മസാല ഇതുപോലെ കടച്ചക്ക ഡ്രൈ ആയിട്ട് മസാല വെച്ചാൽ മതി. പിന്നെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ മുളക് പൊടി അങ്ങനത്തെ ഒരു കാര്യം ഇടുന്നില്ല, പച്ചമുളകൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നുള്ളൂ. അപ്പം അത് വേകുന്ന സമയം ഇതിൻ്റെ മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാലക്ക് എന്ന് പറയുന്നത് ആദ്യം സവാള ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സവാള മുറിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പിന്നെ തക്കാളി ഒന്ന് എടുക്കുന്നത്, ഒരു സവാളേൻ്റെ പകുതി കേട്ടോ, അത്ര എടുക്കുന്നില്ലൂ. പിന്നെ തക്കാളി ഇതാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ മീൻ പൊരിക്കാനും വെച്ചോട്ടോ. പറയാൻ മറന്നുപോയി, മീൻ പൊരിക്കാൻ വെച്ചു. അപ്പം മീൻ പൊരിക്കാൻ വെച്ചത് ഞാനെന്ന് വെച്ചാൽ അതവിടെ വെക്കാം. പിന്നെ കടച്ചക്ക ആയിട്ട് ആ പാത്രത്തിൽ നിന്ന് തന്നെ മസാല കടച്ചക്ക ആക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഇച്ചിരി ഒന്ന് തിളച്ച സമയത്ത് തന്നെ കടച്ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളം വറ്റി നല്ല ഡ്രൈ ആയി കിട്ടി. ഇനി ഞാൻ പറഞ്ഞില്ലേ സവോള ഇങ്ങനെ വഴറ്റണം. ഞാനെന്തോ ഇപ്രാവശ്യം മുറിച്ചത് ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അടിച്ചൊത്തിക്ക് ഞാൻ ഓരോ കഷ്ണങ്ങളാക്കുവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോന്നറിയില്ല, മുറിച്ചിട്ട് ലാസ്റ്റ് അടിഭാഗത്തേക്ക് അങ്ങനെ മുറിഞ്ഞ് കിട്ടിയില്ല. പിന്നെ മത്തി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രൈ അതായത് നല്ല ഫ്രൈ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമേ ആക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഷാലോ ഫ്രൈ ആക്കി അതവിടെ ഇതാക്കി. ഇനിയിപ്പോൾ കടച്ചക്കയിൽ ഞാൻ സവാളയും കൂടി ഇട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ലോണം വഴറ്റി കിട്ടും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഇത് നല്ലോണം വഴണ്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്താൽ മതി. അപ്പം പൊടികൾ സാധാരണ മസാലക്കറി വെക്കുന്ന പോലത്തെ പൊടികൾ തന്നെയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതാക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം മസാലപ്പൊടി പോലത്തെ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നിങ്ങൾ പറയണം കേട്ടോ, ഈ മസാല കടച്ചക്കയാണോ രസം, അല്ലെങ്കിൽ നമ്മളെ കറി വെക്കുന്നില്ലേ മസാലക്കറി കടച്ചക്കനെ കൊണ്ട് വെക്കുന്നത് ഏതാണെന്ന് രസം എന്നുള്ളതൊന്ന് പറയണേ. ഞാൻ രണ്ടും ആക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കിഷ്ടം തോന്നിയത് ഇതാട്ടോ. പിന്നെ മത്തി അവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു. ഫ്ലെയിമിൽ വെച്ചപ്പോഴന്നെ നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഞാൻ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. സാധാ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് വെച്ചു. അപ്പം മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഗരം മസാലയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഞാൻ വേറെ ഇതിലൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ചിക്കൻ മസാല ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും എല്ലാം യൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഇതുപോലത്തെ കവറിൽ ഒരു ഡപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കോട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനത്തെ എല്ലാം ഫ്രിഡ്ജിലാട്ടോ സൂക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ചിക്കൻ മസാലയിലും മേടിച്ചാൽ ഒരു കുറേ മാസം എത്തും. കാരണം ഒറ്റ സ്പൂണെല്ലാം എല്ലാത്തിനും ഇടുന്നുള്ളൂ. അപ്പം പിന്നെ പെട്ടെന്നൊന്നും തീരില്ല. അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് കിട്ടും. നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് കാലം നിന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു ഡപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാട്ടോ വെക്കുക. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ഒരു കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്തോ വഴുവഴുപ്പ് പോലെ തോന്നി, എനിക്കെന്തോ ഇഴഞ്ഞ അങ്ങനെ എന്തോ ഒരു ഇത് തോന്നി. പിന്നെ ഞാൻ കഴുകിയിട്ട് ആ മൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഊരിയിട്ടാട്ടോ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ കറിവേപ്പിലും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാങ്ങിയെടുക്കാം കേട്ടോ. ഇതുവരെ ആരും ആക്കിയിട്ടില്ലെങ്കിൽ ഒന്നാക്കി വെക്കും കേട്ടോ. എന്ന് മസാലക്കറിയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൈയും അങ്ങനത്തെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നാക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.